എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി കുക്ക് ബ്രാൻഡിന്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് ഓൺ ആവുന്നുണ്ട്, പക്ഷെ ഇത് ചൂടാവുന്നില്ല. അതിന്റെ കാരണം ഇതിനകത്ത് വരുന്ന ഒരു കോയിൽ കംപ്ലൈന്റ് ആയതാണ്. സാധാരണ നമ്മൾ സാധനം എടുക്കുന്ന കടയിൽ അന്വേഷിച്ചപ്പം അവിടെ ആ സംഭവമില്ല. ഇത് വളരെ പെട്ടെന്ന് ശരിയാക്കി എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ആക്രിയിലേക്ക് പോയി 3 ഈസി കുക്ക് ബ്രാൻഡിന്റെ ഇൻഡക്ഷൻ കുക്കർ അയച്ചു. എൻ്റെ കയ്യിലുള്ള ഇൻഡക്ഷൻ കുക്കറിന്റെ സെയിം കംപ്ലൈന്റ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഇൻഡക്ഷൻ കുക്കറിനും. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കോയിൽ പോയതാണ് കംപ്ലൈന്റ്. പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലൈന്റുകൾ അതാണ്. ആ കൂട്ടത്തിൽ ഒന്നിൻ്റേത് മാത്രം കപ്പാസിറ്ററും പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഉള്ളതിൽ ഒരു ലോക്കൽ ബ്രാൻഡിൽ തന്നെയുള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ അയച്ചു നോക്കി. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ കോയിലിന് ഒരു കുഴപ്പമില്ല. ഞാനത് PCP പൊട്ടിച്ചിട്ട് ആ സംഭവം എടുത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലാണ് ഇതിൻ്റെ വെയിൻഡിങ്ങിൻ്റെ എൻഡ് വരുന്നത്. നമ്മൾ സോൾഡർ ചെയ്യുന്ന ഭാഗം ഈസി കുക്കിൽ വരുന്നത് സെൻറ്റർ ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ആ കമ്പിനെ ഒരു ചുറ്റ് റിവേഴ്സ് എടുത്തിട്ട് അത് സെൻറ്റർ ഭാഗത്തേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിനകത്ത് ആദ്യം വന്ന കോയിലാണ് കാണുന്നത്. ഇത് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ആക്രിയിൽ കണ്ട അതേ പ്രശ്നം തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ കോയിൽ ഇതിൽ സെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മുമ്പേ ഇതിലിവിടെ നമ്മൾ പൊട്ടിക്കിടക്കുന്ന ആ ലെഗുകൾ അയച്ചു മാറ്റണം. സോൾഡറിങ് ആൻ വെച്ചിട്ട് അയച്ചു മാറ്റണം. എന്നിട്ട് പുതിയത് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ നോക്കുക, ഒരു ഫംഗസ് പോലെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എല്ലാത്തിലും അങ്ങനെ കാണുന്നത് എന്നുള്ളത് അറിയില്ല. പുതിയ കോയിലിൻ്റെ വെയിൻഡിങ് ഞാൻ ഒരു ചുറ്റ് റിവേഴ്സ് എടുത്തിട്ട് സെൻറ്ററിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ അതിൽ വരുന്ന വാർണിഷും ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ സോൾഡർ ചെയ്യണം. ഇതും അലുമിനിയാണ്. പഴയ കോയിൽ പോയതും അലുമിനിയം ആയതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഏതായാലും ഞാനത് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോർഡ് സെറ്റ് ചെയ്തിട്ട് ടോപ്പ് കവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഞാനിവിടെ ബോർഡ് സെറ്റ് ചെയ്യാണ്. ബോർഡ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ടോപ്പ് കവറോടെ ഇട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഡക്ഷൻ കുക്കറിൻ്റെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് ചൂടാകുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡ് തന്നെയാണ് ഇൻഡക്ഷൻ കുക്കർ ഈസി കുക്ക് എന്ന് പറയുന്നത്. ഈസി കുക്ക് ബ്രാൻഡിൽ ഇപ്പം നമ്മൾ 4 എണ്ണം അയച്ചിട്ടും ഒരേ കംപ്ലൈൻ്റ് ആണ് കാണുന്നത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിൽ വരുന്ന ആ കോയിലിൽ വരുന്ന വെയിൻഡിങ്ങിൻ്റെ കോപ്പറിൻ്റെ നിലവാരക്കമ്മിയോ അല്ലെങ്കിൽ അത് അലുമിനിയം വെയിൻഡിങ് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. സെയിം കംപ്ലൈൻറ്റുകളാണ് കണ്ടത്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആക്രിയിൽ നിന്ന് എടുത്തിട്ടും ചെയ്യാൻ പറ്റും. ഞാനിത് ആക്രിയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാനുള്ള കാരണം ഇത് എൻ്റെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇത് ശരിയായി കിട്ടിയാൽ മതി. ഞാൻ കാശ് വാങ്ങി ചെയ്യുന്ന ഒരു സംഭവം അല്ല അത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പുറത്തുള്ളൊരു ടീമിൽ നമ്മളത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പുതിയ വെയിൻഡിങ് ഇട്ടിട്ട് പുതിയ കോയിൽ വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.